ഹലോ, എല്ലാവർക്കും ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഷെജിയാങ് പ്രോവിൻസിലുള്ള ഹാൻചോ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെയും ഞാൻ കാണിച്ചു തരാം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ചൈനീസുകാരെല്ലാവരും ഇതുപോലെ പുറത്ത് ഉണ്ടാകും. അപ്പോൾ ഇവരുടെ ഒരു സൺഡേയും അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കങ്ങനെ പോയി കണ്ടിട്ട് വന്നാലോ. ഇവിടെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു മിനി ബസ് പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം ആ ബസ്സിൻ്റെ മേലെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നതും ആയിട്ടുള്ള കുറേ കാഴ്ചകൾ എനിക്ക് അവിടെ കാണാമായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും അതിൻ്റെ മേലെ കയറിയെന്ന് ഒരു ഇൻട്രോ പറഞ്ഞുകൂടാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതിൻ്റെ മേലെ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറേ വളണ്ടിയേഴ്സായിട്ട് ഇതുപോലെ കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. ഇത് അവിടെ വന്നിറങ്ങുന്ന ഒരു എൻട്രൻസ് ആണ്. മെട്രോയിലാണ് ഞാൻ വന്നത്. അവിടെ ഇങ്ങനെ ജനങ്ങൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. വീക്കെൻഡ് ആകുമ്പോൾ ഇതാണ് ചൈനയിൽ എവിടെ പോയാലും ഉള്ള ഒരവസ്ഥ. ഇവരെല്ലാവരും വീക്കെൻഡ് ടൈം അവർ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ആൾക്കാരിങ്ങനെ മെട്രോയിൽ വന്നിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത് പ്രായഭേദം ഇല്ലാതെ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, അവിടെ കുറേ ഇങ്ങനെ സ്റ്റോളുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കണ്ടേ. അങ്ങനെ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഷോപ്പാണ്. ഇത് നാച്ചുറലായിട്ട് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അതിൻ്റെ വളരെ മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് അതിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനീസുകാർക്കാർക്കും ഇങ്ങനെ പെർഫ്യൂമിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ല. പണ്ടൊരിക്കൽ ഞാൻ ബസ്സിൽ ആദ്യം വന്ന സമയത്താണ് പെർഫ്യൂം അടിച്ചിട്ട് ബസ്സിൽ കയറി ഇരുന്നിട്ട് എൻ്റെ അടുത്തിരുന്ന ആൾ പെർഫ്യൂമിൻ്റെ സ്മെല്ല് കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അതുപോലെയാണ്, ഇവർക്കൊന്നും പെർഫ്യൂമിൻ്റെ സ്മെല്ല് അത്ര പിടിക്കില്ല. അങ്ങനെ ഞാൻ അതിലൂടെ നടക്കുമ്പോൾ നല്ല അടിപൊളി ലുക്കിലുള്ള എസ് യു വി സ്റ്റൈലിലുള്ള നല്ല കാറുകൾ കാണാൻ കഴിഞ്ഞു കേട്ടോ. എന്തായാലും EV കാറുകളാണ് എല്ലാം. ചൈനയിൽ ഒരുപാട് വ്യത്യസ്തമാർന്ന EV കാറുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ ചൈനീസ് ബ്രാൻഡാണ്. അപ്പം എന്തായാലും നമുക്ക് കാറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് എന്തായാലും കാർ ഇഷ്ടപ്പെട്ടു. ലുക്കിൽ തന്നെ അവൻ നല്ലൊരു സ്റ്റൈൽ ആൻഡ് ലുക്കല്ലേ, പൊളി ലുക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതണേ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല. കാരണം എനിക്കിത് വാങ്ങാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് വെറുതെ അവരെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പ്രൈസൊന്നും എടുത്തില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രൈസൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് എഴുതിയാൽ മതി. ഞാൻ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിലൊക്കെ എടുത്ത് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കാറുകളുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്ന് എന്തായാലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ വേറെയും ഇതും ഇലക്ട്രിക് കാറുകളാണ്. നല്ല ലുക്കല്ലേ ഈ കാറുകളുടെയൊക്കെ. എനിക്ക് തോന്നുന്ന ഈ നാട്ടിൽ BYD എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണല്ലോ കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആർക്കും ആ BYD എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല. ഇത് ഒരു ആപ്പിളിൻ്റെ ഷോറൂമിൻ്റെ അടുത്താണ് കേട്ടോ ഇതെല്ലാം ഉള്ളത്. ഈ ആപ്പിളിൻ്റെ ഷോറൂമിലെ തിരക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കേ, എന്തോരം ജനങ്ങളാണ് ആപ്പിൾ ഷോറൂമിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ നമുക്കൊന്ന് ആപ്പിൾ ഷോറൂം വരെ ഒന്ന് പോയിട്ട് അവിടെ എത്ര പേരുണ്ട് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ആ ഷോറൂമിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ നോക്കിക്കേ, നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇത് സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും ഒക്കെ ഉണ്ട് കേട്ടോ. താഴത്തെ നിലയിൽ തന്നെ ഇതുപോലെ തിരക്കാം. എന്തായാലും ഞാൻ മേടിക്കാൻ ഉദ്ദേശമില്ലല്ലോ, എന്നാലും ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് വായി നോക്കിയിട്ട് എൻ്റെ ആപ്പിൾ ഫോൺ തന്നെ കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ പുറത്തോട്ടിറങ്ങി വന്നപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത്രയും ജനങ്ങൾ പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വല്ലോ വൃത്തികേടുണ്ടോ എന്ന്. എല്ലാം ഇതുപോലെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ആൾക്കാരെല്ലാം അതിനകത്ത് തന്നെ കൊണ്ടിടുക. ഇവിടെ കുട്ടികളും ഇതുപോലെ എല്ലായിടത്തും വളണ്ടിയേഴ്സായിട്ട് കുറേ കുട്ടികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ഒരു കാറും ഇതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം വന്ന് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പ്രൈസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെയും പ്രൈസ് എടുത്തില്ല.
ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ചൈനയിലെ കാറുകളുടെ വിലയൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എനിക്ക് കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാം. ഇത് ഞാൻ പെട്ടെന്ന് അതിലേ പോയത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൈസൊന്നും ചോദിച്ച് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാറുകളുടെയൊക്കെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അങ്ങനെ ഞാനും ആ കാറൊക്കെ കണ്ട് ആസ്വദിച്ചു. അതിന് നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത് ചാർജ് ചെയ്യാനും പറ്റും. ഇതുണ്ടോ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ആ കാറുകളെല്ലാം കണ്ട് ഇതിന് ഡിക്കിയിൽ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. വേണ്ടില്ലേ, അതൊക്കെ കണ്ട് ഞാനും ആസ്വദിച്ചു കേട്ടോ. ഇതൊക്കെ കണ്ടിങ്ങനെ തനിച്ചാണെങ്കിലും ഇങ്ങനെ നടക്കുമ്പോൾ ഒരു വല്ലാത്ത സുഖമല്ലേ. നിങ്ങൾക്കങ്ങനെ തോന്നാറുണ്ടോ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ചൈനീസ് പെൺകുട്ടീനെ ഒരു പുള്ളിക്കാരത്തി ഇതാ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ ആ ലേക്കിൻ്റെ അങ്ങോട്ട് പോയിട്ടോ. അവിടെ ഒരു ലേക്കുണ്ട്. അവിടെ നോക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും വയസ്സായിട്ടുള്ള ആൾക്കാരാട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് സ്വാതന്ത്ര്യമില്ലാത്തത്? ആരാണ് ജീവിതം ആഘോഷിക്കുന്നത്? എവിടെയാണ് ജീവിതം ആഘോഷിക്കാത്തതെന്നൊന്ന് നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇതുപോലെ ഇത്രയും സന്തോഷത്തോടുകൂടി വയസ്സാം കാലത്തൊക്കെ ജീവിതം ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതാ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഈ വൈകുന്നേര സമയങ്ങളിൽ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ഡാൻസുകളും കപ്പിൾ ഡാൻസും വയസ്സന്മാരുടെ ഡാൻസും അങ്ങനെ ഓരോരോ വലിയ ഒച്ചയിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പാട്ടൊന്ന് മ്യൂട്ട് ചെയ്തത് കോപ്പിറൈറ്റ് കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വലിയ ഒച്ചയിൽ ഇതുപോലെ മ്യൂസിക്കുകൾ വെച്ചിട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ കണ്ടോ എൻജോയ് ചെയ്യുന്നത്. ഇത് കാണുമ്പോഴെങ്കിലും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ചൈനക്കാരെ കാണോ സ്വാതന്ത്ര്യമില്ലാത്തത്? അത് നമുക്കാണോ സ്വാതന്ത്ര്യമില്ലാത്തത്? നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി ചിലപ്പം ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇവരുടെ ജീവിതം എൻജോയ് ചെയ്യുക. തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കി, ഇത് വേറൊരു കൂട്ടം ആൾക്കാർ, അവരും ഇതുപോലെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെയും കളികൾ നമുക്കവിടെ കാണാം. എത്ര സന്തോഷത്തോടു കൂടിയല്ലേ ഇവർ ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിതൊക്കെ കാണുമ്പോൾ ഈ അവസ്ഥ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ ലേക്കിൻ്റെ അവിടെ. അതിലിങ്ങനെ അണ്ണാനെ ഇവർ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അണ്ണാന് ഭക്ഷണം കൊടുക്കാനും അതിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി തടിച്ചു കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. അങ്ങനെ ഓരോ തരത്തിലും ഇവരുടെ സന്തോഷം, ഓരോ വീക്കെൻഡിൽ ഇവരുടെ ഓരോരോ കൊച്ചു സന്തോഷങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഓരോരുത്തരും ഈ ലേക്കുകളിലോട്ട് വരിക, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക, ഇതുപോലെ കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തുക. അങ്ങനെയാണ് ഇവരുടെ ജീവിതം. എല്ലാവരും വീക്കെൻഡ് ആകുമ്പം പുറത്തുകൂടെ ഇതുപോലെ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ പറ്റും. എൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് വീഡിയോയിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തും ഇതുപോലെ ഓരോ നിമിഷവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിയും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ പരിസരങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ്. എത്രത്തോളം ആൾക്കാർ ഇതിലേ നടന്ന് പോയാലും ഇവിടെ ഒന്നും വൃത്തികേടാകില്ല. നിങ്ങൾ കണ്ടോ? ഇതൊക്കെ നമ്മൾ ശരിക്കും കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും ഈ ചൈനയുടെ ആൾക്കാരും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇവർ ക്ലീൻ ചെയ്യാൻ ആൾക്കാരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൊണ്ട് അവിടെ നിലത്തിടുകയല്ല ചെയ്യുന്നത്. അവരും വൃത്തിയായിട്ട് തന്നെയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റിയും എല്ലാ സ്ഥലങ്ങളും ക്ലീൻ ആയിട്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഒരു വയസ്സായ അമ്മച്ചീനെ കാണാം. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് കാണാൻ നല്ലൊരു ഭംഗിയില്ലേ. അവിടെ പൂക്കളൊക്കെ വെച്ച് നല്ല അതിമനോഹരമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഞാനിങ്ങനെ കുറേ നടന്നു പോവുകയാണ്. എല്ലാവരും ഭയങ്കര തിരക്കിലാണ്. ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക. സ്ട്രീറ്റ് ഫുഡുകൾ ഇഷ്ടംപോലെ വിവിധ തരത്തിലുള്ള ഫുഡുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ സ്ട്രീറ്റ് ഫുഡിൻ്റെ കടയിലും നല്ല തിരക്കായിരുന്നു ഇന്ന്. കാരണം
ഇവരെല്ലാവരും പിന്നെ പുറത്തു നിന്നാണ് കേട്ടോ കൂടുതൽ ഫുഡ് കഴിക്കുക. ഈ ഒരു ലേക്കിൻ്റെ പരിസരത്ത് കൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ ചായക്കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ ലേക്കിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടിയുള്ള ചായക്കടകളൊക്കെ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് ചായ കുടിക്കുന്നതൊക്കെ ആയിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ലേക്ക് ആണെങ്കിൽ പോലും നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ട് നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഈ പവർ ബാങ്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെയുള്ള സൗകര്യവും അവർ ഈ ഒരു ലേക്കിൽ പോലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയൊക്കെ തിരക്കുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഉണ്ട് താനും. പക്ഷേ ഞാനിവിടെ ഒരു വിദേശിയാണ്. പക്ഷെ ഞാനിതിലൂടെ എല്ലാം ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന ഒരു സ്നേഹവും ഇവിടെ നമ്മൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ സേഫാണ്. ഈ തിരക്ക് പിടിച്ച സ്ഥലത്തൂടെയും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. എനിക്ക് സേഫാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് ആണ്. അതുപോലെ ഏത് രാത്രിയിലും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്കിവിടെ ഒരു പേടിയുമില്ല. അത് അത്രത്തോളം ചൈന നമുക്ക് സേഫാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ചൈനയെക്കുറിച്ച് പറയാൻ വേണ്ടിയും കാണിക്കാൻ വേണ്ടിയും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ചൈനയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതണം കേട്ടോ. കമൻ്റ് എഴുതുന്നതിൽ എന്തിനാണ് നിങ്ങളുടെ പിശുക്ക് കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതണം. ഞാനൊരു സാധാരണക്കാരുടെ ഹരിയുടെ കണ്ണിലൂടെ കണ്ട കുറച്ച് ചൈനയിലെ വിശേഷങ്ങളാണ് കാണിക്കുക. ഞാൻ ഭയങ്കര അങ്ങനെ ഒരുപാട് ദൂര സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തിട്ട് അവിടെയുള്ള കാഴ്ചകൾ അങ്ങനെയൊന്നുമല്ല. ഞാൻ ജീവിക്കുന്ന സിറ്റിയിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും എൻ്റേതായ രീതിയിൽ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ ഒരു സാധാരണക്കാരിയുടെ കണ്ണിലൂടെ കണ്ട കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യമുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനിയും തുടർന്ന് ചൈനയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.